പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 28/2/2026 നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് ഇൻ കേസ് കാർഡ് ബാങ്കും അതോടൊപ്പം തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെയും പരീക്ഷ എഴുതാൻ എത്ര പേർ, കോമ്പറ്റീഷൻ ലെവൽ എന്താകും, ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യം നമുക്ക് അസിസ്റ്റന്റ് ഇൻ കേസ് കാർഡ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ അസിസ്റ്റന്റ് ഇൻ കേസ് കാർഡ് ബാങ്കിന്റെ കാറ്റഗറി നമ്പർ 380/2025 ആണ്. അപ്പൊ അതിന് അപ്ലൈ ചെയ്തവർ എണ്ണം നോക്കിയേ, 68,953 പേരാണ്. എന്നാൽ പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുത്തവരോ 54,710 പേർ മാത്രമാണുള്ളത്. പരീക്ഷ നടക്കുന്നത് 28/2/2026 നമുക്ക് ഹാൾ ടിക്കറ്റ് എന്നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. 13/2/2026 തൊട്ട് നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിനെ പറ്റി ഒന്ന് നോക്കാം. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ 379/2025 ആണ്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ എണ്ണം നോക്കി, 54,517 പേരാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. എന്നാൽ പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുത്തവരോ 43,856 പേർ മാത്രമാണ്. നമ്മുടെ പരീക്ഷാ തീയതി സെയിം ഡേറ്റ് തന്നെയാണ്, 28/2/2026 തന്നെയാണ്. അപ്പൊ നമുക്ക് ഹാൾ ടിക്കറ്റ് 13/2/2026 തൊട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പും കോമ്പറ്റീഷൻ ലെവൽ എന്താകും, നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്ക് ഈ പരീക്ഷയുടെ കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് നോക്കാം. അപ്പൊ നമ്മള് എക്സാമിന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം നമ്മൾ കണ്ടു, അതോടൊപ്പം തന്നെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം കണ്ടു. ഇനി നമ്മൾ സാധാരണ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, കൺഫർമേഷൻ കൊടുത്ത എല്ലാവരും വന്ന് പരീക്ഷ എഴുതുമോ? ഇല്ല. നമ്മുടെ എക്സാം ഹാളൊക്കെ മിക്കവാറും കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കൺഫർമേഷൻ കൊടുത്തതിൽ ഏകദേശം ഒരു 70% ആൾക്കാർ മാത്രമാണ് സാധാരണ പരീക്ഷ എഴുതാൻ കാണാറുള്ളത്. അപ്പൊ കൺഫർമേഷൻ കൊടുത്തതിൽ 70% ആൾക്കാർ പരീക്ഷ എഴുതാൻ വരും. അപ്പൊ അതിൽ തന്നെ എല്ലാവരും കംപ്ലീറ്റ് സിലബസും പഠിച്ചിട്ടാണോ പരീക്ഷ എഴുതാൻ വരുന്നത്? ഒരിക്കലും അല്ല. അപ്പൊ കംപ്ലീറ്റ് സിലബസ് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ വരുന്ന ആൾക്കാർ എന്തായാലും ഇതിലൊക്കെ ഒരുപാട് കുറവായിരിക്കും. അപ്പൊ നമ്മുടെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏകദേശം ഒരു 30% ആൾക്കാർ മാത്രമാണ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ട് വരുന്നത്. അതിൽ തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ വേണം? നമുക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യണം, റിവിഷൻ ചെയ്യണം, അതോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് ചെയ്യുക. അവർക്കൊരു കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ മിനിമം ടൈമിൽ പോയി മാക്സിമം ചോദ്യങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അവർക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു, പഠിക്കുന്നവരുടെ എണ്ണം, അതായത് സിലബസ് പ്രകാരം പഠിക്കുന്നവരുടെ എണ്ണം തന്നെ ആകെ 30% ഉള്ളൂ. അതിൽ തന്നെ പഠിച്ചിട്ട് റിവിഷൻ ചെയ്യുന്നവരുടെ എണ്ണം അതിലും കുറവായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പഠിച്ചിട്ട് റിവിഷൻ ചെയ്യുന്നവരുടെ എണ്ണം ഏതാണ്ട് ഒരു 15% മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ പഠിച്ചിട്ട് റിവിഷൻ ചെയ്തിട്ട് ടെസ്റ്റ് സീരീസും കൂടെ എഴുതുന്നവരുടെ എണ്ണം അതിലും കുറവായിരിക്കും. അത് വെറും 10% മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്കറിയാം, പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും മിനിമം ടൈം മാനേജ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകളും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും നമുക്ക് ആദ്യ റാങ്കിൽ എത്താനായിട്ടുള്ള സാധ്യത. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് പഠിച്ചു, റിവിഷൻ ചെയ്തു, കൃത്യമായിട്ടുള്ള പരീക്ഷകളും ചെയ്ത് കൃത്യമായിട്ടുള്ള ഗൈഡൻസും സീക്ക് ചെയ്യുന്നവരുടെ എണ്ണം അതിലും കുറവായിരിക്കും. അപ്പൊ അത് നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ വെറും 5% മാത്രമായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മളോട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് ആകെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മൊത്തം കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ വെറും 5% മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ലെവലിനെ പറ്റി മനസ്സിലായല്ലോ. അപ്പൊ കോമ്പറ്റീഷൻ ലെവലിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, എന്നെ കൊണ്ട് ഇത് പറ്റുമോ? അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്തായാലും ഇനി 70+ ദിവസങ്ങൾ നമ്മളെ മുമ്പിൽ ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അതോടൊപ്പം തന്നെ റിവിഷൻ ചെയ്യുക, കൃത്യമായിട്ട് പരീക്ഷകൾ എഴുതുക, കൃത്യമായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പും സീക്ക് ചെയ്താൽ 70+ ദിവസം നിങ്ങൾക്ക് ധാരാളമാണ്. നിങ്ങൾക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും എല്ലാം അതിനകത്ത് സമയം കാണും. അപ്പൊ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ എന്ന ചോദ്യം തന്നെ ഇവിടെ അപ്രസക്തമാണ്.
ഇനി പഠിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടും. കാര്യം 70+ ദിവസമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സിലബസ് നോക്കിയ ഒരു വലിയ സിലബസ് ഒന്നും ഇല്ല അല്ലെ. ആകെ എന്താണ്, ആകെ കുറച്ച് കോപ്പറേറ്റീവ്, അതോടൊപ്പം തന്നെ ബാങ്കിങ്, പിന്നെ IT ആൻഡ് സൈബർ ലോ ഒക്കെ ഉള്ളൂ. അത്രയും പഠിക്കാൻ 70 ദിവസം തന്നെ ധാരാളമാണ്. ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ഇനിയും നിങ്ങൾക്ക് ജോലി കിട്ടും. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പഠിച്ചാലും ജോലി കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം, കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം, അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് വേണം. അപ്പൊ അതിനായിട്ട് ടെക് PSC ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ കോഴ്സാണ്. ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഫുൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും. ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും. പരീക്ഷ വരെയും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും. പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ഫീസ് അടച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഉടൻ തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കൂ. അപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. 28-ാം തീയതിയാണ് പരീക്ഷ. 28/2/2026 ആണ്. നമ്മുടെ മുമ്പ് 70+ ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഈ ദിവസത്തെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഏവർക്കും എന്റെ വിജയാശംസകൾ. താങ്ക് യു.